സീരിയസ് ആയിട്ട് ഒരു വഴക്ക് ദൈവം സഹായിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല. കുലസ്ത്രീകളാണ് കുത്തിരിക്കാതെ ആരാ പറഞ്ഞത്? കുലസ്ത്രീകൾ പുറത്ത് ജോലിക്ക് പോലെങ്കിലും വീട്ടിലെന്താ പണികൾ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ തുടങ്ങുകയാണ്. ചേച്ചി, അപ്പൊ എന്താണ് നമ്മുടെ പുതിയ വീഡിയോ? നമ്മുടെ വീഡിയോ ഒരു Q&A ആണ്. കുറെ നാളായിട്ട് നമ്മളൊരു Q&A ചെയ്തിട്ട് വേറെ ആരെ പറ്റിയിട്ടില്ല, നമ്മൾ രണ്ടുപേരും മാത്രം, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങള്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ നാളായില്ലേ ചെയ്തിട്ട്. അപ്പോഴൊരു നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പോഴത്തെ ഞങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കുറെ പേർക്ക് കുറെ ഡൗട്ടുകളും ഞങ്ങളോട് കുറെ ചോദിക്കാനും കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞാനായ കഴിഞ്ഞ ദിവസമാണ് ഇട്ടിരുന്നത്. 209 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയപ്പോൾ എല്ലാം നല്ല വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ആരും കുറ്റം പറയുന്നതല്ല. ഏജ് എന്താണ്, റിലേഷൻ എന്താണ്, അതിലുപരി എന്തൊക്കെയാണ് അറിയേണ്ടത്, ആൾക്കാരുടെ കുറച്ച് മനസ്സിലിരിപ്പ് സംഭവങ്ങളൊക്കെ, അതൊക്കെ ഫുള്ള് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പൊളി ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ എന്തായാലും ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ ഐശ്വര്യമായിട്ട് നമ്മുടെ പോസ്റ്റിൽ വന്നെടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. രണ്ടുപേർക്കും നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇനി ഉപരിപഠനം നോക്കുന്നില്ലേ, അല്ലെങ്കിൽ ജോബിന് ശ്രമിക്കുന്നില്ലേ, PSC എഴുതാറില്ലേ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിൽ കീഴെ വന്നിട്ടുള്ള അതിന് റിപ്ലൈസ് കണ്ടപ്പോഴും ഞാൻ അപ്പത്തോടെ അഞ്ചോട് പറയണേ എന്താ അല്ലേ, അതായത് ഓരോരുത്തർ ചിന്തിക്കുന്നത് ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ആ ചേച്ചിക്ക് അല്ലെങ്കിൽ ആ ചേട്ടന് അറിയാൻ വേണ്ടി 14 റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പം ആ ചേച്ചി അറിയാൻ വേണ്ടി ചോദിച്ചതിന് തൊട്ടടിയില് ഒരു യൂസർ DE51FYB2M എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഇങ്ങനെ സുഖിച്ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് വന്നിട്ടുള്ള കമന്റുകളാണ്. അതിന് താഴെ ഒരാൾ ചോദിച്ചപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് റിപ്ലൈ വന്നപ്പോഴും അയാള് പറയുന്നത് ഞങ്ങൾ കുലസ്ത്രീകളാണ്. അയാളോ അവളോ ആരാ, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയില്ല, എന്താ പറയാ, നമ്മള് കുലസ്ത്രീകളാണ്, ഞങ്ങൾക്ക് വെറുതെ ഞങ്ങളത് പുട്ടടിക്കാന്നുള്ളൊരു സംഭവമാണ് ചേട്ടനും അല്ലെങ്കിൽ ആ ചേച്ചി ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കുറെ പേര് നല്ല റിപ്ലൈസ്, കാരണം നമ്മൾ 3 പിള്ളേരുണ്ട്, ഈ 3 പിള്ളേരാക്കിയിട്ട് എങ്ങനെ ജോലിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്ലാസ്സിന് പോവുക, എങ്ങനെയാ പഠിക്കുക, അതൊക്കെ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ജോലിക്ക് പോവാത്തൊരു കേസ് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് യൂട്യൂബ്, ഞങ്ങൾക്ക് അതൊരു ജോലി തന്നെയാണ്. ചേട്ടൻ ഈ ആള് ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ വന്നിട്ട് കീത്തു MCA ആണ്, ഞാൻ MCOM ആണ്. ഞാൻ ഒരു 11 മാസത്തോളം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ BMAയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 11 മാസത്തോളം. അതിനുശേഷം ഞാനായിട്ട് അത് നിർത്തിയുള്ളൊരു ജോബായിരുന്നു. എനിക്ക് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ജോലിയായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് പക്കയായിരുന്നു. പക്ഷെ എനിക്ക് അതായത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു ഫീൽഡ് ഉണ്ടല്ലോ, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് എനിക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ ആ ടാലന്റ് കാണിക്കാൻ പറ്റുന്ന സ്ഥലത്തായിട്ട് ഇരിക്കണം. അതായത് അതെന്റെ നിർബന്ധത്തിനാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയത് കേട്ടോ. എനിക്ക് വല്ല അടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ എനിക്കൊരു അക്കൗണ്ട് സെക്ഷനിൽ പോകണം. ഞാൻ കുറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയത്. പിന്നെ എനിക്ക് എന്താ പറയാ, അവിടെ ഓക്കെ മീൻസ് എനിക്ക് ഇഷ്ടം, എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു മടുപ്പ് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യുന്ന ജോലിക്ക് കുറച്ച് നാൾ ആയപ്പോഴേക്കും മടുപ്പ് വരുന്നതിന്റെ കാരണം നമുക്ക് ഒത്തുപോവാ യോജിച്ചു രണ്ടും ഒരുപോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ 0 നിന്നാണ് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ട്വിൻ സ്റ്റേഴ്സ് എന്നൊരു ചാനൽ ഞാൻ തുടങ്ങുന്നത്. അതായത് 0 നിന്ന് തുടങ്ങുന്നതാണ്. നമ്മുടെ ടാലന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് വെറുതെ ടാലന്റ് ചില്ലറ കാര്യമില്ല, ടാലന്റ് പിന്നെ എഫേർട്ട്. നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജോലിക്ക് പോവാണെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് എത്തി ഒരു 5 മണി വരെ ജോലി മാത്രം. നമുക്കാണെങ്കിൽ നമ്മള് ഈ വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, പിള്ളേരുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങള്. അതിന്റെ ഇടയിൽ നമ്മൾക്ക് ഇത് നല്ലൊരു ജോലിയാണ്, ഞങ്ങൾക്ക് വരുമാനം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങൾ ഒരു മാസം എങ്ങനെ എത്ര ഞങ്ങൾ എഫോർട്ട് എടുക്കണോ അതനുസരിച്ച് നമുക്ക് വരുമാനം. അത് നമുക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ എഫോർട്ട് അറിയില്ല. അവരെ പറ്റി പറഞ്ഞാൽ ഞങ്ങളിവിടെ വെറുതെ കുത്തിരിക്കുകയാണ്, കുലസ്ത്രീകളാണ്. കുലസ്ത്രീകള് കുത്തിരിക്കാതെ ആരാ പറഞ്ഞത്? കുലസ്ത്രീകൾ പുറത്ത് ജോലിക്ക് പോലെങ്കിലും വീട്ടിലെന്താ പണികൾ ഉണ്ടാവില്ലേ? 3 പിള്ളേർ 4 പിള്ളേരെ നോക്കിയിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഇത്രയും ചാനലുകളും ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് അതിന്റേതായ മിടുക്കുണ്ട്, മനസ്സിലായോ? പിന്നെ അത് മാത്രല്ല, ഒരു ജോലിക്ക് പോവാത്തതിന്റെ വിഷമം എനിക്കും അഞ്ജുവിനും ഒട്ടുമില്ല. കാരണം തീരുമാനത്തോടെ തന്നെ പറയാം, 2 യൂട്യൂബ് ചാനൽ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റണത് തന്നെ പിള്ളേരെയും വെച്ചിട്ട്
ഞങ്ങളോട് ആദ്യം ഒരു മുട്ടുസൂചി വാങ്ങിച്ചാലും ഞങ്ങൾക്ക് അത്ര അഭിമാനം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ഫാമിലി സപ്പോർട്ടാണ്. അതായത് അവർക്ക് അറിയാം ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കായാലും ഇവിടുത്തെ അച്ഛനമ്മയ്ക്കായാലും ഒക്കെ അറിയാം ഞങ്ങളുടെ ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഈ വീഡിയോ എടുക്കണേക്കാൾ മുന്നേ തന്നെ അമ്മ ഒരാൾ ഇറക്കി, അതിനുശേഷം നിഖിൽ ചേട്ടൻ ഒരാൾ ഇറക്കി, ഓർക്കണം. കാരണം ഈ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട്. PSC നോക്കുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയിൽ കോപ്പറേറ്റീവ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല. കോപ്പറേറ്റീവ് ടെസ്റ്റ് എഴുതണം എന്നുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതാവട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. ഡു യു ഗൈസ് എക്സ്പീരിയൻസ് postpartum depression? How you manage the baby during their sick period? നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എനിക്ക് ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊരു ആശുപത്രി നിന്നിരുന്ന ഒരു 28 ദിവസത്തില് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഒരു 1 വീക്ക് ഒക്കെ കുറച്ച് അത് പിന്നെ ട്വിൻ ബേബീസ് ആണ്, പ്ലസ് പ്രിമച്യൂർ ആയിരുന്നു. പിന്നെ കീത്തൂര് വെച്ചിട്ടുണ്ടെങ്കിൽ കീത്തൂന് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടുള്ള ഒരു സുഖം എന്ന് പറയുന്നത് അത് ഉറക്കമായിരുന്നു. അത് ഉറക്കത്തെ അത്രയും പ്രേമിക്കുന്ന ഒരാളായിരുന്നു. ലോകത്തിൽ ഉറക്കത്തെയാണ് ഏറ്റവും പ്രേമിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് 2 ബേബീസ് വന്നിട്ട് ഉറക്കമില്ലാണ്ട് രാവും പകലും ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കാണാനൊക്കെ ചില ബിരുന്ന് വെറുതെ കരണം. ഞാനപ്പോ ഡിപ്രഷന് ഉമ്മ വെച്ച് പോയ ഒരാളാണ്. അത് കുറച്ച് നാൾ കിട്ടാം. പിന്നെ ഹൗ യു മാനേജ് ബേബി ഡ്യൂറിങ് ദിയർ സിക്നസ്? ഞങ്ങൾക്ക് എപ്പോഴും പിള്ളേർക്ക് പനി തന്നെയാണ്. വീട്ടില് ഒരു ആഴ്ച എങ്ങനെ എപ്പോഴും നമുക്ക് അതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ മാനേജ് ചെയ്ത് പോണ്. ചുമത്തറവാടാണ് പീഡിയാട്രിഷ്യന്മാരായി ഞങ്ങൾ. അതായത് എല്ലാം മരുന്ന്. പിന്നെ ചുമ വന്നിട്ടുണ്ടെങ്കിൽ, ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ, ഛർദി വന്നിട്ടുണ്ടെങ്കിൽ, വയറ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് മരുന്നാണ് വേണ്ടത് ഇത് പറയും. ജലദോഷം എന്ത് പ്രശ്നമുണ്ട് കാശിക്ക്? ഞാൻ പറഞ്ഞ ഇത് വയറ് സ്തംഭിച്ചിരിക്കുന്നുണ്ട് കാശ്. അപ്പൊ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ സെക്കൻഡ് ഓടി എന്തോ വാങ്ങി ഒഴിച്ചു കൊടുക്കണം. ഗ്യാസ് പോലുള്ള ഒന്നും സംഭവിക്കില്ല കുട്ടിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഓരോന്നും ആൻസർ പറഞ്ഞു പോവാട്ടാ. നിങ്ങൾ 2 പേരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഇത് കുറച്ച് ക്വസ്റ്റ്യൻ വേറെ വന്നിട്ടുണ്ടല്ലോ. 3-ാമത്തെ ക്വസ്റ്റ്യൻ നീ വിട്ടുപോയത്. ഇത് ലോങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണോ? ഞാനതേ അത് ഇടയിന്ന് ഇഷ്ടപ്പെട്ട ഇത് ഈ ചേച്ചി കുറച്ച് 10 ക്വസ്റ്റ്യനോളം ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്. 2 പേര് എത്ര വരെ പഠിച്ചതാണ്? ഞാൻ M.Com, കീത്തു MS. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്, സ്കൂൾ ഫ്രണ്ട്സ് ആയിരുന്നു. 2 ചേച്ചിമാരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവൾക്ക് നോൺ അല്ലാതെ ഇഷ്ടമാണ്, എനിക്ക് വെജ് അല്ലാതെ ഇഷ്ടമാണ്. 2 പേരും വഴക്ക് കൂടാറുണ്ട്. വഴക്കൊന്നും കൂടാറില്ല. വഴക്കുണ്ടാവില്ല. 2 പേർക്കും ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ നിൽക്കണ ഈ സന്തോഷം, ഈ ഫാമിലി ഇതേപോലെ എപ്പോഴും വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ടെൻഷനുള്ള ഒരു കാര്യം അത്ര ഉള്ളത്. നമുക്ക് ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണേ എന്നുള്ളത് പ്രാർത്ഥന ഞങ്ങൾക്കുള്ളൂ. അതാണ് വലുതായി കഴിഞ്ഞ് നീ പഠിക്കാൻ പോകുന്നുണ്ട്. പാറ പഠിക്കാൻ പോകുന്നുണ്ട്. അവൾ LKG ആണ്. അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 പേരുടെ ഏജ് എന്ന് പറയാം. ഞങ്ങൾക്ക് 2 പേർക്കും 26 വയസ്സ്. 2 പേരുടെ റോൾ മോഡൽ ആരാണ്? എനിക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ. അമ്മമാരുണ്ട്. നമ്മുടെ സ്വന്തം അമ്മമാര്. ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ എന്റെ അമ്മയെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട്. 2 പേർക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണ്? എനിക്ക് സാരിയാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ ജീൻസ് ഉണ്ടാണ്. PSC എഴുതാറുണ്ടോ? ഇല്ല. PSC എനിക്കൊന്നും ഞാൻ കുറച്ചാൾ പഠിച്ചതാണ്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കുത്തിരുന്ന് പഠിക്കാൻ ഇഷ്ടമല്ല. കോപ്പറേറ്റീവ് എക്സാം എഴുതാറുണ്ട്, ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ 2 പേരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത സന്തോഷകരമായ അനുഭവം പറയുക. അവിടെ ഞാൻ പറയാം. എനിക്ക് ലൈഫിൽ മറക്കാനാവാത്ത സംഭവം പ്രഗ്നൻസിക്ക് പോയിട്ട് ട്വിൻസ് പറഞ്ഞത് തന്നെയാണ്. സ്കാനിങ് കഴിഞ്ഞിട്ട് അന്നാണ് ആനന്ദ കണ്ണീരും കരച്ചിലും ഒരുമിച്ച് വന്നൊരു സംഭവം. അതും ഒരിക്കലും മറക്കാനാവില്ല. പിന്നെ അതെന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം. മനസ്സിൽ സന്തോഷകരമായ അനുഭവം എന്തൊട്ടാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഡെലിവറി, പാറുവിന്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നായിരുന്നു. ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഇത്രയും കൊല്ലമായിട്ട്, ഒരു 7 കൊല്ലമായിട്ട് ചേട്ടന് ഞാൻ ആയൊരു ഭാവം ഞാൻ അപ്പോഴേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര, അതായത് അത്രത്തോളം ഹാപ്പിനെസ്സും സങ്കടവും എന്റെ ഫേസിൽ നോക്കി നിൽക്കുന്ന ഒരു ഭാവം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു അനുഭവം. എന്റെ മോള് വന്നതും അതേപോലെ തന്നെ എന്താണ് എനിക്ക് ചേട്ടൻ്റെ ഒരു അതന്നെ കുറെ ഉണ്ട്, അതിലൊരെണ്ണം. പിന്നെന്താടാ? പിന്നെ പാറുന്റെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിച്ചുകൂടെ ചേച്ചി? അവൾ നന്നായി ഡാൻസ് കളിക്കുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? യെസ് ഉണ്ട്. നമ്മൾ ഉടൻ തന്നെ നല്ലൊരു ഡാൻസ് ക്ലാസ് കണ്ടെത്താൻ നല്ലൊരു ടാസ്ക്കാണ്. പിന്നെ പാറുക്കുട്ടിക്ക് 4 വയസ്സായിട്ടുള്ളൂ.
ഒരുപാട് മക്കള് 3 വയസ്സ് തൊട്ട് 2.5 വയസ്സ് തൊട്ടൊക്കെ ഡാൻസ് പഠിക്കുന്ന പിള്ളേരുണ്ട്. എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിൽ ഒന്നാണ് പാറുവിനെ നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ ആക്കണം എന്നുള്ളത്. ഭയങ്കര ആഗ്രഹമാണ്. അരങ്ങേറ്റത്തിന് കൊണ്ടുപോകണം, അവൾക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം, അവള് കളിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കരയണം. അതൊക്കെ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവളെ നമ്മള് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, നമ്മൾ ഉടനെ തന്നെ അവിടെ കൊണ്ട് ചേർത്തു. ഓക്കെ, ക്വസ്റ്റ്യൻ ഫോർ അഞ്ജു. കാശിക്കുട്ടിനെ കാശി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് അഞ്ജു? കാശി വിളിക്കാനുള്ള കാരണം ലീനമ്മയാണ്. കാരണം എനിക്ക് എന്താണ്, ഒരു ദിവസം ഇവിടെ വന്നിട്ട് കീത്തുവിന്റെ അമ്മ പറഞ്ഞു ഇവർക്ക് ട്വിൻ ബേബീസിന് കാശിന്നും മാധവെന്നും പേരിടാന്ന് പറഞ്ഞു. എനിക്ക് രണ്ടുപേരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള നെയിമല്ലേ. അപ്പം എന്താ പിന്നെ വിചാരിച്ചു, അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അപ്പൊ തന്നെ അഞ്ജു പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കാശിന്ന് മാധവൻ നടപ്പം. ഞാൻ പറഞ്ഞു അയ്യേ അമ്മ, അപ്പൊ അഞ്ജു ഇതെനിക്ക് എഴുതി ഞാനിത് കുറിച്ചിട്ട് ഇത് പാറു പ്രസവിച്ചെടുക്കുമ്പോണ്ടല്ലോ, പാറുന്റെ പേര് എനിക്ക് നിശ്ചയിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പാറു ഹോസ്പിറ്റലിൽ ഇട്ട പേരായിട്ടുണ്ട്. അതേപോലെ തന്നെ നിഹ എന്നുള്ള പേരും നിഖിലാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളത് ഷോർട്ട് ആക്കിയിട്ട് നിഹാന്നാക്കി. അപ്പൊ ഞാൻ പറയും ആരും പേര് വരെ കണ്ടെത്തല്ല, ഞാൻ പറയും കാശി ഇട്ടാ മതി. അതാണ് കേട്ടോ, ലീനിയാണ് അതിനുള്ള ഇൻസ്പിറേഷൻ. ബെസ്റ്റ് മൊമെന്റ് ഇൻ 2023. ബെസ്റ്റ് മൊമെന്റ് ഇൻ 2023 ഞങ്ങൾക്ക് എല്ലാവരും നല്ല മൊമെന്റ്സ്. ഞങ്ങളുടെ പിള്ളേരുടെ പിറന്നാള് അത് അടിച്ചു പൊളിച്ചു. രണ്ട് പിറന്നാളും ഞങ്ങള് ഇനി അടുത്ത പിറന്നാൾ ആ ഒരു പിറന്നാള് ഞങ്ങൾ കൊറേ അതൊരു അടിപൊളിയായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ഫോർ കീത്തുന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണ് മോൾക്ക് ഭംഗി. മുടിയുടെ ടെക്സ്ചർ, ഞാൻ മുടിയുടെ ടെക്സ്ചർ ഒന്നും ഇതുവരെയായിട്ട് മാറ്റിട്ടില്ല. മുടി വെട്ടാൻ പോകുമ്പോ അവര് സെറ്റ് ചെയ്ത് തരില്ല, അത്രേ ഉള്ളൂ. അത് പിറ്റേ ദിവസം വരുമ്പോഴേക്ക് ഇങ്ങനെയാവും. അല്ലാണ്ട് നോക്കി അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഫാമിലി ഒരുപാട് ഇഷ്ടമാണ്, എക്സ്പെഷ്യലി യുവർ ബോൺ. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പേടി തോന്നിയ ഒരു സംഭവം പറയൂ. രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ഓരോന്ന് പറയും, നമുക്ക് ഇവിടെ പോവാം അല്ലെങ്കിൽ അവിടെ പോവാം. കാരണം ഒരുമിച്ച് പോവാൻ രസമാണ്, ബുദ്ധിമുട്ടുമാണ്. പക്ഷെങ്കിൽ അത് പൂണേലൊരു സന്തോഷം. ഒറ്റയ്ക്ക് പോവാൻ, അതായത് ഇപ്പൊ ഞാനും ചേട്ടനും എന്റെ അതിലൊരു രസമില്ല അതില്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്താ പറയാ, കല്യാണത്തിന് മുമ്പൊക്കെ ആയാലും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാനും അതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി നമുക്ക് എന്തെങ്കിലും കളി ചിരിച്ച് പറഞ്ഞ് എന്തെങ്കിലും കമന്റ് ഒക്കെ അടിക്കാൻ ഒരുമിച്ച് പോകുമ്പോ ജസ്റ്റ് അപ്പുറത്ത് ഇരിക്കും, പിന്നെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. കൂട്ടത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഫുൾ കോമഡി ആയിരിക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഞങ്ങൾ എവിടെ പോലും തൊട്ട് ഇപ്പുറത്തൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ടൂർ പോകാനായിട്ട് നമ്മുടെ പിള്ളേർക്ക് ഉറക്കൊന്നും കിട്ടാണ്ടിരിക്കില്ലേ, അതുപോലെയായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഫുഡ് അടിക്കാണ്ട് തിരിച്ചു അത് മാക്സിമം എൻജോയ്മെന്റ് ആണ് ഞങ്ങളുടെ മെയിൻ. അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഏറ്റവും പേടി തോന്നിയ ഒരു സംഭവം പറയോ? എനിക്ക് നിനക്ക് ലൈഫിൽ പേടി തോന്നിയൊരു സംഭവം? എനിക്ക് ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കര ടെൻഷനും പേടിയാണ്. അത് എന്തെന്നില്ല, അത് പേടി തോന്നിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എടുത്തു പറയാൻ ഭയങ്കരമായിട്ട് പേടി തോന്നിയ സംഭവം എന്ന് പറയാനായിട്ട് പോകുന്നു. ഞാൻ പറയാം, ഞാൻ പേടിച്ച ഒരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. നെഞ്ചിടിപ്പോടെ ഞാൻ കാത്തിരുന്നിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കീത്തുനതൊക്കെ തന്നെയായിരിക്കും. ഫസ്റ്റ് ഞാൻ എന്താണ് പാറുവിന് മുമ്പ് പ്രഗ്നന്റ് ആയിട്ട് ഞാൻ എന്താ പറയാ ബാത്റൂമിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് കണ്ട് സ്കാനിങ് ചെന്നപ്പോൾ അയാൾ എന്നോട് ചോദിച്ചോണ്ടിരിക്കും, നിങ്ങളത് പ്രഗ്നന്റ് അല്ലല്ലോ, ആരാ പറഞ്ഞ പ്രഗ്നന്റ് ആണ്, കാർഡ് കാണിച്ച് ടെസ്റ്റ് ചെയ്തോ. നെക്സ്റ്റ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, പേടിച്ചിരുന്നൊരു മൊമെന്റ് ആണത്. അതായത് എന്താണ്, അത് ഷോക്ക്ഡ് ആയിട്ട് അതേപോലെ തന്നെയായിരുന്നു. അതിൽ നമുക്ക് കുട്ടിക്ക് ഒട്ടും വളർച്ച ഉണ്ടായിരുന്നില്ല. ഒരു വീക്കിൽ അത് അബോർഷനായി പോവുകയും ചെയ്തായിരുന്നു. പിന്നെ പാറുവിന്റെ പ്രഗ്നന്റ് ആയ സമയത്ത് പാറുവിന്റെ 3-ാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന നിമിഷം, അതായത് ആദ്യത്തെ പോലെ ആവോ, അതായിരുന്നു ടെൻഷൻ തന്നെയാണ്. അത് സെയിം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേരും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് 3-ാം മാസത്തെ സ്കാനിങ് അത് ഒന്നൊന്നേ കയറും. പിന്നെ പുതിയ വീടിന്റെ ഹോം ടൂർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യാം. പിന്നെ നിങ്ങൾ തമ്മിൽ അടി കൂടാറുണ്ടോ? ഞങ്ങൾ തമ്മിൽ അടിയൊന്നും കൂടാറില്ല. അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു വഴക്ക് ദൈവം സഹായിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല. അത് അഞ്ചോണം ചെയ്യില്ലക്കി ഇതിങ്ങനെ ചെയ്യില്ല, അതങ്ങോട്ട് കഴിഞ്ഞു. ചുമ്മാ ഇതിന് മുന്നിൽ ഇരുന്നിട്ട് ഭയങ്കര ഷോർക്കണതല്ല കേട്ടോ, ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല പ്ലീസ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല ഇഷ്ടമാണ്. നിഖിലിന് വേണ്ടി കീത്തുവിനെ അഞ്ചു സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടായ സീതമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? സീതമ്മയുടെ അഭിപ്രായം ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഫോട്ടോസ് ഫസ്റ്റ് ടൈം ഉള്ള ഫോട്ടോസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാരും ഒരു
ഭാരമാണല്ലോ, അതായത് ഭാരല്ല, ജാട, അതൊരു ജാട. ഫസ്റ്റ് നിഖിലിനെ കാണിച്ചെടുത്തപ്പോഴും നിഖിൽ പറഞ്ഞ അങ്ങനെ ചേച്ചി ജാട പോലെ ഉണ്ടല്ലോ, ഫാഷൻ കാര്യം എല്ലാത്തിനും ജാട, അതൊക്കെ പെട്ടെന്ന് ചേട്ടൻ ഇഷ്ടമില്ലാത്ത പക്ഷെ എന്നെ കണ്ടപ്പോ നോക്കാം. അത് ഞാൻ എല്ലാരും ഇഷ്ടമായിട്ട് ഞാൻ നിഖിലെ കാണിച്ചതിൽ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ചേട്ടനെ കാണിച്ചെടുക്കുമ്പോ നിഖിൽ ചേട്ടനോട് ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ എന്തിട്ടടി ഇതൊന്നും വേണ്ട, ഗീതുനെ കാണിച്ചു കൊടുത്ത് അപ്പൊ തന്നെ പറഞ്ഞു നോക്കാടി നമുക്ക് എനിക്ക് ഇഷ്ടമായി. അത് എന്റെ ഫോട്ടോ ചേട്ടൻ ഒരിക്കലും പറയാം, കാരണം ചേട്ടൻ ട്രഡീഷണൽ ആയിട്ടുള്ള ആളാണ്, അങ്ങനെ മനസ്സാണ് ബോണ്ട് ഗീതു, ബോണ്ട് ബിറ്റ്വീൻ ചേട്ടൻ. പിന്നെന്താ, രണ്ടുപേരോടാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നത്? സീതമ്മ നിങ്ങളെ വഴക്ക് പറയാറുണ്ടോ? ചേച്ചി നിങ്ങൾ ഒരുപാട് ഇഷ്ടട്ടോ. അമ്മ വഴക്ക് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് ശ്രദ്ധയില്ലായ്മ ഉണ്ടാവാറുണ്ട്. അതായത് വഴക്കല്ല, അതെന്താ അങ്ങനെ ചെയ്തിട്ടൂടെ, എങ്ങനെ ചെയ്ത് അങ്ങനെ പറയാറുള്ളൂ. എപ്പോഴും അപ്പാപ്പ ചെയ്ത് പോകണമെന്നാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കുറച്ച് ലേഖടിച്ച് അമ്മ പറയാം മക്കൾ അത് അങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറയും, അത്രേ ഉള്ളൂ. പിന്നെ അടിപൊളി ക്വസ്റ്റ്യൻ കേട്ടാ. ഹായ്, എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഡൗട്ടാണ്, നിങ്ങളുടെ വീട്ടിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ്? ഒരാൾ കറണ്ട് ചാർജ് അടച്ചാൽ മറ്റാൾ ടെലിഫോൺ ബില്ല്, അങ്ങനെയാണോ? അല്ല എല്ലാ കൂട്ടുകുടുംബത്തിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, അത് മാനേജ് ചെയ്ത് പോകുന്നത് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കറണ്ട് ബില്ല് അടച്ചാൽ അങ്ങനെ ഒന്നുമില്ല. കറണ്ട് ബില്ല് അടയ്ക്കുന്നെങ്കിൽ ചേട്ടനാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വേണ്ട ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചേട്ടനാണ്. പിന്നെ ആ മീനും സംഭവങ്ങളൊക്കെ വാങ്ങിക്കുക അച്ഛൻ വാങ്ങിക്കും, അതിപ്പോ ഇവര് വാങ്ങിക്കും, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് അഞ്ചാണ് പൈസ കൊടുത്തു, ഞാൻ അത് കൊടുത്തിട്ടില്ല, അഞ്ചിന് എന്തായാലും എല്ലാവിധ ക്രെഡിറ്റ് എന്ന് പറയുന്നത് രണ്ട് ചേട്ടന്മാർക്കാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഞാനും പൈസ അഞ്ചു അയച്ചിടുന്നു പറയും, അതല്ലാതെ ഈ പൈസ ഞാൻ കൊടുത്തല്ല, അതൊന്നുമില്ല ഇതുവരില്ല. പിന്നെ ചേട്ടന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിഖിലായാലും നിതീഷായാലും ഇപ്പൊ നിഖില് പറയാണ് നിതീഷുണ്ട് ചേട്ടന്റെ കാശിൽ ഓക്കെ, നിതീഷ് ഓക്കെ, നിതീഷ് പറയാണ് ചേട്ടാ എന്റെ പൈസ ഓക്കെ. അതിനിപ്പോ പക്ഷെ ആരുടെ കയ്യിലാണ് കാശുള്ളത് അവരൊക്കെ എടുത്ത് എറിയോ, അത്രയുള്ളൂ. ഇപ്പൊ കാശില്ലെങ്കിൽ പോലും ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഞ്ചു ചേച്ചിക്കും ഗീത ചേച്ചിക്കും ഇനി എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം? എനിക്കിതല്ല, എനിക്ക് 3 കുട്ടികളാണ് ഇഷ്ടം. അല്ല അതെപ്പോഴും എനിക്ക് 3 കുട്ടികളാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരാണ്, എൻ്റെ അനിയനും ഞാനും 2 പേരാണ്. അല്ലാണ്ട് എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. കഥ കുറേ ഉണ്ട്. അപ്പൊ ഞാൻ നിൽക്കാനൊക്കെ പോവായിരുന്നു, എൻ്റെ റീന വല്യമ്മയുടെ അടുത്തേക്ക് ഞാൻ നിൽക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പൊ അവര് 3 മക്കൾ, അപ്പൊ അവര് ഭയങ്കര ബോണ്ടാണ്. നമ്മൾ മക്കളുണ്ടാകുമ്പോൾ മക്കളുടെ ബോണ്ട് അവർക്ക് ചേച്ചീനെ അനിയനെ വേണ്ട ഒരു സമയം നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ. അതായത് ഇപ്പൊ ഞാൻ ആലോചിക്കും, എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഒക്കെ പോട്ടെ, ഇപ്പൊ കീത്തുന് വീട്ടിൽ പോയി നിൽക്കാൻ അമ്മ ലീവ് എടുക്കണം, എന്നാലേ കീത്തുന് പോയി നിൽക്കാൻ പറ്റുള്ളൂ. കീത്തുന് ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പം നമുക്ക് സഹോദരന്മാരുണ്ടാവണത് എപ്പോഴും ഒരു കരുത്താണ്. അപ്പോൾ എനിക്ക് എന്നും ഇഷ്ടം, കല്യാണം കഴിഞ്ഞ മുമ്പായാലും എനിക്ക് ഇഷ്ടം 3 കുട്ടികൾ വേണം എന്നാണ്. ഇവിടെ പിന്നെ നമുക്ക് എന്തായാലും ഒരു കുഞ്ഞിനത്തിന് വേണ്ടേ? അതെ, വേണം. ഇപ്പൊ ഒന്നില്ല, എനിക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഞാൻ തരും, അത്രേ ഉള്ളൂ 5. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എല്ലാം ഈശ്വരന്റെ കയ്യിലല്ലേ. അതെ, അമ്മയുടെ കൂടെയുള്ള Q&A ഇവിടെ ഞാൻ കുറെ നാൾ മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതാണ്. കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അമ്മേനെയും കൂടി ഇരുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. അതായത് ഇപ്പൊ അമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര, അമ്മ ഇപ്പൊ കുട്ടികളെ നോക്കിക്കോളൂ. ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്നിട്ട് Q&A എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാട്ടോ അത് ഞങ്ങൾ വേഗം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ. എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോബൊക്കെ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഹൗസ് വൈഫ് ആയിട്ട് നിൽക്കാനാണ് 2 പേർക്കും. നമ്മൾ ഹൗസ് വൈഫ് പ്ലസ് നമ്മൾ ജോബും ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ എടുത്തിട്ട് എന്തൊക്കെ കാര്യം ചെയ്തിട്ട് അതറിയത് ഔട്ടാക്കുന്നത് ഗൈസ്. അപ്പൊ അതും ഒരു പണി തന്നെയാണ്. പിന്നെ ഇതാണ് കുറച്ച് സെലക്റ്റീവ് ചോദിച്ചോ. കീത്തു ചേച്ചി ബേബീസിന് ഫോർമുല മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത്? വാവകൾക്ക് അത് കാരണം ഹെൽത്തിന് ഓർ വെയിറ്റ് ഗെയിൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരുന്നു, ഫോർമുല ആണ് കൊടുത്തത്. 10 months ആയി. സിംലാക്ക് ആണ് എപ്പോഴും കൊടുക്കുന്നത്. ഇതിന്റെ മൈൽ സ്റ്റോൺസ് എല്ലാം ലേറ്റ് ആണ്. 35 weeks ഡെലിവറി. എനിക്ക് 32 ആഴ്ചയിലായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 5 മാസം കഴിയുമ്പോൾ തൊട്ട് ഒരു ഫുൾ ഫോർമുലയാണ്. അതിനെ സംബന്ധിച്ചിട്ട് ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലൂനാണെങ്കിൽ ഇപ്പൊ വേണ്ട ഒരു വെയിറ്റ് ഉണ്ട്. അതിന് ഓൾറെഡി ഡെലിവറി കഴിഞ്ഞപ്പോഴും അവന് കുറച്ച് വെയിറ്റ് കുറവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നടത്തം ഇരുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിങ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു 2-3 മാസം ലേറ്റ് ആണ്. അത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ സീൻ ഇല്ലല്ലോ. അവരാ ഓക്കെ ഉണ്ടോ? അഞ്ചു ചേച്ചിക്കും ഗീതു ചേച്ചിക്കും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? കേട്ടോ, ഞങ്ങൾ 2 പേരും ഭയങ്കര ചില്ലാണ് ഗൈസ്.
അതെ ഞങ്ങക്ക് ഇവിടെ പോയാ ഒരു പാട്ട് കേട്ടോ ഞങ്ങൾ എല്ലാ കാര്യത്തിനും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അത്രേ ഉള്ളൂ. ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ തന്നില്ല, അത് നീ അത് തിന്നു, എനിക്കത് തന്നില്ലല്ലേ, അത് സംഭവം കിട്ടിയില്ലല്ലോ, നീ തിന്നണ്ട, അത്രേ ഉള്ളൂ. പിന്നെ എന്നിട്ട് പ്ലസ് 10ാം ക്ലാസ്സിലെ +2 മാർക്ക് അറിയുന്നു പറയൂല. ഇതിൽ കൂടുതൽ കാര്യം സീതമ്മയുടെ സോറി അതെന്താ ചെയ്യാത്തതിന്റെ കാരണം അന്ന് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് എന്റെ ഗായ്സ് സത്യം പറഞ്ഞാൽ ഞാനത് മറന്നിരിക്കുന്നു. അടുത്ത് അമ്മനെ വെച്ചിരിക്കണ്ടെങ്കിൽ തുണിയും വേണ്ട, നമ്മൾ 3 പേരും കൂടെ സെറ്റ് ആവുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടണം. ഓക്കെ, ചേച്ചിമാർ 4 മക്കളെ നോക്കി നല്ല എക്സ്പെർട്ട് ആയല്ലോ. ഇതുപോലെ തന്നെ ട്വിൻസിനെയോ ട്രിപ്ലെറ്റ്സിനെയോ കൺസീവ് ചെയ്തിരിക്കുന്ന കപ്പിൾസിനോട് ചേച്ചിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയ പോയിന്റ്സ് എന്തൊക്കെയാണ്? ക്ഷമ വേണം, കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു വയസ്സ് വരെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് നമ്മള് പിന്നെ ആ ബുദ്ധിമുട്ട് നമുക്ക് സെറ്റ് ആയിക്കോളും, നമുക്കത്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് 3ാമത് അല്ലെങ്കിൽ നമ്മുടെ പരിചയത്ത് നമ്മൾ അടുത്ത ആള് വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3 മക്കളെ എണീറ്റിരിക്കുന്ന നല്ലൊരു മൂഡിലാണെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ ആവും. അത് അത് നമ്മൾ എന്തായാലും കുറച്ച് സഹിക്കണം. ഒരു കൊച്ചുണ്ടായാലും പിന്നെ അതിനേക്കാളും കുറച്ച് എഫോർട്ട് കൂട്ടി തന്ന 2 കൊച്ചുണ്ടായ, പിന്നെ കുറച്ചുകൂടി കൂട്ടി തന്ന 3 ഉണ്ടായ, പിന്നെ കുറച്ചുകൂടി കൂട്ടി തന്ന 4 ഉണ്ടായ. ഭർത്താവിനാണ് കുട്ടികളാണ് കൂടുതൽ ഇഷ്ടം. ഭർത്താവ് ഉണ്ടായിട്ടാണല്ലോ ഗൈസ് കുട്ടികൾ ഉണ്ടായത്. ഭർത്താവിനാണ് ഇഷ്ടം. ഒരു ഗിവ് വെച്ചാലോ, പിന്നെ എന്താ ഗിവ് വെക്കാലോ. ഞങ്ങൾക്ക് ഗിവെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് വരുന്ന എല്ലാ പ്രൊഡക്ട്സ് നമ്മൾ കസിൻസ് ഒക്കെ കൊടുത്ത് ഗിവെ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ ഡ്രസ് റേറ്റ്, സ്റ്റിച്ചിങ് റേറ്റ്, മീറ്റർ ഓഫ് ഗായ്സ് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എന്തായാലും 1500 വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട്. മീറ്ററിന് 600 രൂപ, ടോപ്പിന് 700 രൂപയായി. പാവാടയ്ക്ക് പൈസ കുറവായിരുന്നു, 80 രൂപയായിരുന്നു. പിന്നെ 2 പേരും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് ചെറിയ പിണക്കം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ തന്നെ സോൾവ് ആക്കി ഇണങ്ങിയിരുന്നിട്ടൊന്നുമില്ല. അപ്പൊ തന്നെ പറഞ്ഞു പോണുണ്ട്. കീത്തു കണ്ട അഞ്ജുവിന്റെ നല്ലൊരു ക്വാളിറ്റി എന്താണ്? തിരിച്ചു കീത്തുന്റെ എന്താ അഞ്ജുവിനെ തോന്നിയിട്ടുള്ളത്? അത് കുറേ ആഴ്ച മണ്ടുള്ള നടന്നു. അഞ്ജുവിന് എല്ലാ കാര്യത്തിലും ഭയങ്കര മിടുക്കാണ്, പെട്ടെന്ന് ടുക് 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 ചെയ്യും. കീത്തുനുള്ള നല്ലല്ലേ പറയാൻ വേണ്ടുള്ളത്? കീത്തു വളരെ നല്ല കുട്ടിയാണ്. അല്ലടി കുറെ ഉള്ളതുകൊണ്ടേ കീത്തു. അതല്ല എന്തുട്ടാണ് ഞാൻ ആലോചിക്കട്ടെ, കൊറേ ഉണ്ടടി. നീ പറഞ്ഞ പോയിന്റ് എല്ലാത്തിലും പറയാറുള്ളത്. ഞാൻ ഈ പറയുന്ന പോയിന്റ് നല്ല നല്ലതല്ലേ. ഞാൻ പറഞ്ഞു അവൾക്ക് എല്ലാവർക്കും അതിന് മിടുക്കുക. അതായത് ഞാനൊന്ന് ഒന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവൾ അത് ചെയ്തു പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അതിന്റെ പിന്നാലെ പോയി ഞാൻ ചെയ്യും. അവൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതെ അങ്ങനെ അത് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് അവള് തരത്തിനൊത്ത് നിൽക്കും. അതാണ് അവള് തരത്തിനൊത്ത് ആളെ സ്വഭാവം അനുസരിച്ച് നിൽക്കും. വലിയൊരു പോയിന്റ് ആണ്. നമ്മൾ ആളൊരു ക്യാരക്ടർ അനുസരിച്ചിട്ട് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിക്കാൻ വേണ്ട, ശരിയാവില്ല. സീതമ്മനെ പറ്റിട്ട് എന്താ അഭിപ്രായം? അമ്മ നല്ല അമ്മ, അമ്മ ഞങ്ങളുടെ പൊന്നമ്മ, അമ്മ ഞങ്ങളുടെ മുത്തമ്മ. 23 മിനിറ്റായി. അമ്മ നല്ല എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അമ്മ തന്നെയല്ല എല്ലാ പേരും കേട്ടോ. അഞ്ജു കേതു നെക്സ്റ്റ് ബേബി പ്ലാനിങ്? 2 പേരുടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കുറെ ഇപ്പൊ തന്നെ പറഞ്ഞു. നിങ്ങൾ 2 പേരും ചേട്ടന്മാരോട് പറയാത്ത രഹസ്യങ്ങളുണ്ടോ? അതായത് നിങ്ങൾക്ക് പരസ്പരം അറിയാന്നല്ല അവരോട് പറയാത്ത അതുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞിട്ട് ചേട്ടന്മാരോട് പറയാത്ത വലിയ രഹസ്യങ്ങളല്ല, കൊച്ചു ഒരുപാട് വലിയ രഹസ്യങ്ങൾ കൊച്ചു കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒരു കഷായം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ അത് എന്താ പറയാ പ്ലാൻ ചെയ്തിട്ട് കുപ്പത്തൊട്ടി കൊണ്ട് കളി. ഇത് ഞങ്ങളുടെ ചെക്കന്മാരെ അറിയില്ല. അങ്ങനത്തെ അതുപോലത്തെ സില്ലി കാര്യങ്ങളല്ലേ നമ്മൾ മറച്ചു വെക്കാറുള്ളൂ. കഷായം ഞാനൊരു എക്സാമ്പിൾ, കഷായ ഒരു എക്സാമ്പിൾ. അങ്ങനത്തെ കുഞ്ഞു കള്ളത്തരങ്ങൾ. പിന്നെ എന്തെങ്കിലും പറയണ്ടേ? കടിച്ചു വീടാൻ ഞങ്ങൾ അങ്ങനെ പറയാണ്ടിരുന്നിട്ടൊന്നുമില്ല. കാരണം ഞങ്ങളെല്ലാതും തുറന്നു വെച്ച വാതിലാണ്. ഞങ്ങളെല്ലാം പറയുന്നത് എന്ത് തട്ടിത്തരായിരുന്നു. ഞങ്ങൾ കീത്തു സിംഗിൾ ചൈൽഡ് ആയിരുന്നിട്ട് പെട്ടെന്ന് സ്വന്തമായി ചേട്ടനെയും ചേച്ചിയും കിട്ടിയപ്പോൾ എന്ത് തോന്നി? അവർ വേറെ ആരുടെയും അടുത്തിട്ടപ്പോൾ കുഷ്പ് തോന്നാറുണ്ട്. ഓഹോ, അഞ്ജുനെ തിരിച്ചും കീത്തിന്റെ വേറെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ കേട്ടാൽ ദേഷ്യം വരുമ്പോ എനിക്ക് 5 വരുമ്പോ കുശുമ്പ് തോന്നാറില്ല. കുശുമ്പ് തോന്നാറുണ്ട് ചെറുതായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ അവള് ബിഹേവ് ചെയ്തിട്ടില്ല. ബിഹേവ് ചെയ്തിട്ടില്ല ഗൈസ്, പക്ഷെ അവൾക്ക് കുശുമ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു. അതായത് പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വേറെ ആളുകളോട് ഓവറായിട്ട്. പിന്നെ ഇവൾക്ക് എനിക്കങ്ങനെ ഇല്ല. എനിക്ക് ഇവളങ്ങനോട് അങ്ങനെ ആരോടങ്ങനെ ഭയങ്കരമായി
പ്രേമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് എല്ലാവരും കല്യാണം കഴിയുമ്പോൾ പ്രേമിച്ചിട്ടുള്ളതാണ്. എന്നോടുള്ള ചോദ്യം, നൈറ്റ് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കാറുണ്ടോ? നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ വരുന്നില്ല? കണ്ടില്ലേ ഇപ്പൊ ശീലാണ്. പിള്ളേർ ഒരുപാട് തവണ എനിക്കും എനിക്ക് പാല് കൊടുക്കും ഉറക്കും അത്ര തന്നെ. യെസ്. ഹായ് ചേച്ചി, നിങ്ങൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ സ്കിന്നിന് സ്യൂട്ട് ആകാറുണ്ടോ? ഇതെങ്കിൽ സ്കിൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ടോ? ഉണ്ണികളായതിനു ശേഷം വീഡിയോസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടും മടിയും തോന്നിയിട്ടുണ്ടോ ചേച്ചിമാരെ? ഉണ്ട്. ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. ഞങ്ങളത് അമ്മയ്ക്കും കൊടുക്കും. അമ്മയുടെ ഒരു സൈഡ് എഫക്ട് ഉണ്ടായിട്ടില്ല. നമ്മള് സംഭവം എടുത്ത് പറയണ്ട, ബ്രാൻഡ് എടുത്ത് പറയില്ല. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞാവയും മുത്തുണ്ടല്ലോ, അവർ ഞങ്ങൾക്ക് ഓരോ സീസൺ ആകുമ്പോൾ വരും. അതായത് ഞങ്ങൾ അവർക്കൊക്കെ ലാവിഷ് ആയിട്ട് എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊടുക്കും. നമ്മൾ നമ്മുടെ ഓവർ ആയിരിക്കും ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് വന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് മുഖം കുറച്ചുകൂടി ക്ലിയർ ആയെന്ന് തോന്നുന്നുണ്ട്. അതെ. ചേച്ചിമാർക്ക് രണ്ടുപേർക്കും ഒരു നാത്തൂൻ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്ലീസ് റിപ്ലൈ. ഇപ്പൊ തോന്നിയിട്ടില്ല. ഇല്ല തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്കൊരു നാത്തൂൻ വേണമെന്നല്ല, ഇവിടെ സീതമ്മയ്ക്കൊരു മോള്, അമ്മയ്ക്കൊരു പെൺകുട്ടീനെ കൊടുക്കാമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോളെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും രണ്ട് മരുമകൾ അല്ല, നിങ്ങൾക്ക് രണ്ട് മക്കളില്ലേ, പിന്നെ എന്തിനാ അമ്മയ്ക്ക് വേറെ മോള്? അങ്ങനെയല്ല. അതിപ്പോ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ ആൺപിള്ളേരുള്ള എല്ലാ അമ്മമാരും ചിന്തിക്കും ഒരു പെൺകുട്ടി വേണം. കീത്ത് ഇങ്ങനെ വയറ് കുറഞ്ഞ ഇത് പിള്ളേരെ നോക്കിയിട്ടാണ് ഫുള്ള്. കീത്തുവിനെ കണ്ടില്ലേ ഗൈസ്? കീത്ത് പുറത്തു പോകുമ്പോൾ ജീൻസും ടോപ്പും ഇടുന്നത് കാണാറുണ്ട്. ബട്ട് അഞ്ചു അധികവും ചുരിദാറാണ് കാണാറ്. അഞ്ചുവിന് മോഡേൺ ഡ്രസ് ഇഷ്ടല്ലേ? അവൾക്ക് ചേരാൻ ഒന്നാമത് ട്രഡീഷനാണ്. ഒന്നാമത് എനിക്ക് ട്രഡീഷൻ ആണ് ചേരാറ്. രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ജീൻസ് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചേട്ടന് അത്ര വലിയ താല്പര്യമില്ല ജീൻസ്. പിന്നെ ഞാൻ പണ്ടും അതാണ് ഏറ്റവും വലിയ രസം. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഭയങ്കര ട്രഡീഷൻ ആയിരുന്നു. അതായത് കൈ എടുത്തിട്ട് ചെത്തിക്കാട് വരുന്നുണ്ട്. എന്റെ കോളേജിൽ എല്ലാവരും പറയും ഞാൻ കാട്ടിയത് ചെത്തിയും തുളസിയും വെള്ളപ്പൂവൊക്കെ തലയിൽ വെച്ചിട്ടൊക്കെയാണ് ഞാൻ കോളേജിലേക്ക് പോവാ. അത്രയും എനിക്ക് ട്രഡീഷൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അന്നൊന്നും എനിക്ക് ഇഷ്ടമില്ല. അന്ന് എന്റെ അമ്മ പറയും മോളെ ഒരു ജീൻസ് വാങ്ങിച്ചിട്ടൂടെ? എനിക്ക് വേണ്ട. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് ജീൻസ് ഇടാൻ തോന്നിയപ്പോ എന്നെ കെട്ടിയവരാണെങ്കിൽ സമ്മതിക്കുന്നില്ല. പക്ഷെ എനിക്ക് എപ്പോഴും കംഫർട്ട്, എനിക്ക് ഇഷ്ടം സാരിയും, എനിക്ക് ഏറ്റവും ഇണങ്ങുന്നത് സാരിയാണ്. പിന്നെ ചുരിദാറാണ് എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടം അതാണ്. എനിക്കൊരു കാര്യമുണ്ട് ചോദിക്കാൻ. നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ ആ കിച്ചൺ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആയി കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അത് കിച്ചൺ ഒന്നാമത് നമുക്ക് കബോർഡ് ഇല്ല, അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും താഴെ വെച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാ പാത്രങ്ങളും അവിടെയാണ് അടുക്കി വെക്കാറ്. കബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അയ്യോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഫേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? എക്സാമ്പിൾ, ഇഫ് എ കമന്റ് ഈസ് പോസിറ്റീവ് ഫോർ കീത്തു ആൻഡ് നെഗറ്റീവ് ഫോർ അഞ്ജു, ദെൻ അഞ്ജു ഗെറ്റ് ജലസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് അംബിഷൻ. ഇന്ന് രാവിലെ കൂടെ എനിക്ക് വന്നൊരു നെഗറ്റീവ് കമന്റ് കൊടുത്തപ്പോൾ പിന്നെ ഒരു അവസരം ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു. അഞ്ജു ചേച്ചിയുടെ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നില്ല. അത് ആക്ച്വലി ആക്ഷൻ അത് നമ്മൾ പറഞ്ഞിട്ട് ഞാനും കൂടി പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ. അന്ന് ആ ഒരു സംഭവം തന്നെ ഞാൻ എന്റെ ചാനൽ, കാരണം എനിക്കത് കാണുമ്പോൾ എനിക്കത് വിഷമമാണ്. ഓപ്പൺ ആയിട്ട് പറയാലോ. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ വീട്ടിലായാലും ഇവിടെ ആയാലും വേറെ ആരും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ പറയുന്നതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നാണ്. കാരണം ചേട്ടത്തി ഭരണം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടത്. ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് അതിന് ചെയ്യേണ്ട കാര്യം, എനിക്ക് എന്ത് കാര്യം ചേട്ടത്തി ഭരണം ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ, ഞാൻ പാവാന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ, എനിക്ക് കുറച്ച് സോഫ്റ്റ് കോർണർ കിട്ടിക്കോട്ടെ. പക്ഷെ എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്താണത്, അതൊരു വേറെ ഒരു സംഭവമാണ്. അത് ഒട്ടും നമ്മളെ വീട്ടിൽ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അഞ്ജു ചേച്ചിയുടെ ഒരു 5 പോസിറ്റീവ് 5 നെഗറ്റീവ് കീത്ത് ചേച്ചി പറയണം. കീത്ത് ചേച്ചിയുടെ 5 പോസിറ്റീവ് 5 നെഗറ്റീവ് അഞ്ജു ചേച്ചി പറയണം. എന്റെ പേര് ലക്ഷ്മി, എനിക്കൊരു ഹായ്. ലക്ഷ്മി ഹായ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് അല്ലാതും രണ്ടുപേർക്കും ഒരേപോലെ, കാരണം രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് കണ്ടുപിടിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് പോസിറ്റീവ് അങ്ങനെയൊന്നും ഇല്ല. അല്ലാതെ ഇപ്പൊ അഞ്ജുന്റെ നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാനത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ജും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഇല്ല. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയും, ഇന്നും കൂടി ഞാൻ പറഞ്ഞോളൂ അഞ്ജു മുടി ഇരിയിട്ട് താഴത്ത് മുടി എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു മുടി ഇരുമ്പോ അപ്പൊ തന്നെ എടുത്തോളൂ കേട്ടാ. അഞ്ജു പറ ആടി ഞാൻ ഇപ്രാവശ്യം വേറെ ചെയ്തപ്പോണ ആടി ഇരിയത് പൊട്ടിപ്പോ എടിയത് എടാ ഇത് തീർന്നില്ല. എന്തായാലും സമയം എടുക്കോടാ.
എല്ലാവർക്കും ചോദിക്കുള്ളൂ ഞങ്ങൾ തമ്മിൽ ഇതൊരു അടി ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കണോ? ഇല്ല, അടി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പിന്നെ എന്റെ ഒരു ഓർമ്മയിലത്തെ ഒരു പിണക്കം ഞാൻ പറഞ്ഞത് പണ്ട് പിള്ളേരൊക്കെ ഉണ്ടാവണേക്കാ മുമ്പുണ്ടല്ലോ, പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോ ഇവിടെ എന്ത് പറഞ്ഞിട്ടാടി ഇവളെന്തോ എന്നോട് പറഞ്ഞു. അപ്പൊ അപ്പൊ ഇവിടെ കല്യാണം കണ്ട ആ സമയമുണ്ട്. അപ്പൊ എനിക്കതെന്താ ഭയങ്കര ഹേർട്ടായി ഫീലായി. എന്റെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറി. അപ്പൊ അതായത് ഞാൻ പാറുണ്ടാവണേക്കാ മുമ്പത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ്, ഭയങ്കര എല്ലാത്തിലും അവൾക്ക് ഇത് പറയും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് നീയാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് വേദം തോന്നുമായിരുന്നു. അപ്പോൾ അവള് പറയുന്നത് അപ്പൊ എനിക്കത് എന്തോ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ വിഷമം. അപ്പൊ ഞാൻ മോറിങ്ങനെ കയറ്റി പിടിച്ചിട്ടോ. എനിക്ക് മനസ്സിലായില്ല എന്താ കാര്യം. എനിക്ക് ഏറ്റവും ഹേർട്ടിങ് ആയിട്ടുള്ള സംഭവമാണ് ആരെങ്കിലും ഒരു ഫേസ് വ്യത്യാസം വന്നിട്ട് ഇപ്പോൾ അടങ്ങി ഫേസ് നോക്കി എനിക്ക് മനസ്സിലാവും. അത് ഞാൻ ചോദിക്കുന്നതിനോട് എന്ത് പ്രശ്നം ഞാൻ അപ്പൊ തന്നെ ചോദിക്കും. എനിക്കാണെങ്കിൽ അവള് മോന്ത് കരുവി എനിക്ക് എന്താണ് ഞാൻ എന്റെ കാര്യം എനിക്കത് ഒട്ടും പറ്റാത്ത കാര്യം. കാരണം എനിക്കത് ക്ലിയർ ആണ്. ഇതൊന്നും പറയുന്നില്ല. ഞാനാണെങ്കിൽ ഞാൻ പറയാം പിള്ളേരെ കൊച്ചുണ്ടാവാൻ അടുത്തിരിക്കുന്ന സമയം കൂടി ആ സമയം. അപ്പൊ ഞാൻ എനിക്ക് വിഷമം ചേട്ടൻ വന്നപ്പോ ഞാൻ പൊട്ടിക്കറി. അപ്പൊ ഞാൻ ഡേറ്റ് എടുത്തിരിക്കുകയാണ് പീരിയഡ്സ് ആയിട്ട്. അപ്പൊ അമ്മോട് വരും കീത്തു നീ എന്നെ കറിയല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേ? അമ്മയോട് അഞ്ചു എന്താ പ്രശ്നം കറിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുമില്ല എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്ത് സാധനം കീത്തൂനൊക്കെ പ്രാങ്ക് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും. പക്ഷെ എല്ലാവരും ചോദിക്കും പ്രാങ്ക് ചെയ്തൂടെ ചോദിക്കും. പ്രാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പണായി പറയാം, ഒരുപാട് യൂട്യൂബേഴ്സ് പ്ലാൻഡ് ആയിട്ട് പ്രാങ്ക് ചെയ്യാറുണ്ട്. പിന്നെ ഞാനത് ചേട്ടനോട് സംസാരിക്കുമ്പോ ആ ചേട്ടൻ പറയും വേണ്ട പ്രാങ്ക് ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അതിന്റെ ആവശ്യം എന്താ? നിതീഷ് ചേട്ടൻ അത് ഒട്ടും താല്പര്യമില്ല പ്രാങ്ക് വീഡിയോസും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിതീഷ് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പ്രാങ്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷെ താല്പര്യമില്ല, അതുകൊണ്ട് പ്രാങ്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ്. അങ്ങനെ ഒരു മോശമായെന്ന് വീണിട്ടുണ്ട്. പിന്നെ മോശം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ഒരു വെപ്രാളത്തിൽ ചിലപ്പോ ഞാനൊക്കെ ആണെങ്കിൽ നീ എന്ത് പഴയ പട്ടി തേണ്ടി നീ പോടാ അല്ല അതൊക്കെ ഓവറായിട്ട് നിങ്ങളുടെ മുന്നില്. പിന്നെ അങ്ങനത്തേതായ കുറച്ച് ടോപ്പിക് എടുക്കണം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് അയച്ച റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് Q&A ചെയ്യുമ്പോഴായാലും നമ്മുടെ ടൈം ലിമിറ്റ് ഒരു പരിധി വലിച്ചു പോകുന്നത്. ഞാൻ കുറെ ഗൈസ് ഭയങ്കര ഫാസ്റ്റ് പാസഞ്ചർ പോലെ ഞാൻ പറഞ്ഞു പോണത്. നിങ്ങൾ പറയരുത് അഞ്ചു ചേച്ചി എന്ത് ലേഗാണെന്ന് പറയരുത്, ഇതിന് സ്പീഡിലേക്ക് പറയാൻ വയ്യ. അപ്പൊ നമ്മളൊരു Q&A ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ മാക്സിമം ഞാനിതൊന്ന് സ്പീഡ് കൂട്ടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അച്ഛമ്മ അല്ല അപ്പൊ എന്താണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ടാറ്റാ.